നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ശപഥം ചെയ്ത് മുന്നോട്ട് പോവുകയാണല്ലേ. ഒരു 30 ദിവസത്തേക്ക് നമുക്കൊരു ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം എന്നൊരു നിലപാടിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിലെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എൻ്റെ സ്ക്രീനിൽ എൻ്റെ പിന്നിൽ കാണുന്ന പോലെ, നിങ്ങൾ ഈ ടൈറ്റിലൊക്കെ വായിച്ചതുപോലെയൊക്കെ സൂമിൻ്റെ ഉള്ളിലൂടെ ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ആ വാക്കുകളുടെ മാന്ത്രികതയിലൂടെ നമ്മളെയൊക്കെ കയ്യിലെടുക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇന്ന് നമ്മൾ അതൊക്കെയാണ് പൊളിക്കാൻ പോകുന്നത്. പൊളിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് പഠിക്കണം, മനസ്സിലാക്കണം എന്നൊക്കെ പൂർണ്ണമായ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. അല്ലാത്ത പക്ഷം ഇതുപോലെ ഒരുപാട് കൾട്ടുകൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയും രൂപപ്പെടും. ആ ഓരോ കൾട്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും രൂപപ്പെടുക. ഇപ്പം തന്നെ അവർ പുതിയ പേരുകളിലും ഭാവങ്ങളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്തരം ആളുകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അത്തരം ക്ലാസ്സുകളിൽ നമ്മൾ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവിടെ പോയെന്നാൽ എങ്ങനെയാണ് ഈ അഡിക്ഷൻ വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ഒരു പ്രധാന ഭാഗമായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മുടെ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇതിൻ്റെ അകത്ത് പണ്ടൊക്കെ സ്റ്റേജുകളിലും പള്ളികളിലും അല്ലെങ്കിൽ അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് ആൾദൈവങ്ങളെ കാണണമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളുടെ വീട്ടിൽ, നമ്മളെവിടെയാണോ ഇരിക്കുന്ന അവിടേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ അവരെത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മളുടെയൊക്കെ ഡിവൈസുകളാണ്, സ്മാർട്ട് ഡിവൈസുകളിലൂടെയാണ് അത്തരം ആളുകൾ എത്തുന്നത്. ആണ് ഇന്ന് ഈ കളികൾ മുഴുവൻ നടക്കുന്നത്. ഓൺലൈനിൽ കയറുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഫോണുകളിലാണ് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പുകളിലാണ്. അപ്പോൾ ആൾദൈവങ്ങളെ നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകണ്ട, അവർ നമ്മളെ ഇങ്ങോട്ട് അന്വേഷിച്ച് വരികയാണ്. പ്രത്യേകം ടാസ്ക് ഫോഴ്സുകളെന്നും മാർക്കറ്റിംഗ് ടീമെന്നും ഒക്കെ പേരിട്ട് വിളിക്കുന്ന ആളുകൾ നമ്മളെ തിരഞ്ഞ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്തിനാണ് അവർ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അവരുടെ മെസ്സേജിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളുടെയൊക്കെ ഓൾട്ടർനേറ്റ് നമ്പറുകളിലേക്കൊക്കെ അവരുടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരുന്നത് കാണുമ്പോൾ ശരിക്കും നമുക്ക് തന്നെ അതിശയം തോന്നും. ഇവരെന്തിനാണ് ഇത്രയും എഫേർട്ട് ഈ കാര്യത്തിൽ എടുക്കുന്നതെന്ന്. അതിൻ്റെ അകത്തേക്ക് അവർ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണത്? നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സുകളൊന്ന് കേട്ടു നോക്കൂ, ഈ ഒരു പരിപാടിയിലേക്കൊന്ന് വന്ന് കുറച്ച് സമയം ഇരുന്ന് നോക്കൂ എന്നൊക്കെ വളരെ പൊളൈറ്റായിട്ട്, ഭയങ്കര താഴ്മയായിട്ട് നമ്മളോട് വന്ന് പറയും. നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ, ഒന്നും അല്ലെങ്കിലും നമ്മൾ ആശ്രയം തേടുന്ന ആളുകളാണ്, അപ്പോൾ നമുക്കൊന്ന് പങ്കെടുത്ത് നോക്കാം, ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അവിടെ മാസ് ഹിപ്നോസിസ് നടക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ ഭയം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഒട്ടിച്ചു വെക്കാനുള്ള പശ തേക്കുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ അതിൻ്റെ ആവർത്തനമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ചതിക്കുഴികളാണ്. ഡിജിറ്റൽ വേൾഡിലെ ചതിക്കുഴികളും അവിടെ അവരുപയോഗിക്കുന്ന ഈ വാക്കുകളുടെ മാന്ത്രികതയും ഒക്കെ കൊണ്ട് നമ്മളെ പിടിച്ചെടുത്തുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ, മിറാക്കിളുകൾ നടക്കുന്ന, ഭയങ്കരമായ എക്സ്പോസർ കൊടുക്കുന്ന, വലിയ വലിയ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യപ്പെടുന്ന അത്തരം പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മളൊരു തേർഡ് പാർട്ടി ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിന് ശേഷം എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, പലർക്കും വലിയൊരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ഗൗരവമുള്ള, എന്നാൽ നമ്മൾ നിത്യവും കാണുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ ഡിജിറ്റൽ ചതിക്കുഴി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം മിക്ക ആൾദൈവങ്ങളും ഈ സൂം വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ക്ലാസ് എടുക്കുന്നത്. നേരിട്ട് അവർക്ക് നമ്മളെ കാണണ്ട, തലയിൽ കൈ വെക്കണ്ട, പക്ഷെ എന്നാലും ആളുകൾ ആവേശത്തോടെ ഇതിനകത്ത് പങ്കെടുക്കും. സത്യത്തിൽ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൻ്റെ അപ്പുറം ഇരുന്നുകൊണ്ട് ഒരാൾക്ക് നിങ്ങൾക്ക് എങ്ങനെ, ആ വ്യക്തിക്ക് നിങ്ങളെ എങ്ങനെ വശീകരിക്കാൻ പറ്റും? ഇന്ന് നമുക്ക് ആ ഓരോരോ രഹസ്യങ്ങളായിട്ട് നമ്മൾ അഴിച്ചെടുക്കാനുള്ളൊരു പരിപാടിയാണ്, അതിൻ്റെ ഒരു ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഈ സ്ക്രീനിന് പിന്നിലെ മനോഭാവം, അതാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ എന്തുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസ്സുകൾ ഇത്രയും ഫലപ്രദമാകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പൊതുവെ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയില്ലാത്തൊരു വിഷയം അത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മൾ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. അവിടെ നമ്മളെ ആരും നിരീക്ഷിക്കുന്നില്ല. നമ്മൾ ഒറ്റയ്ക്ക് നമ്മളൊരു റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണുമായിട്ട് ഇരിക്കുന്നു. അവിടെ
നമ്മളെ ആരും നിരീക്ഷിക്കുന്നില്ല എന്നുള്ള ആ ഒരു തോന്നലാണ് ആദ്യത്തെ നമ്മുടെ കെണി. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടാവും, മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കുമ്പോഴത്തേക്കും പൊതുവെ അങ്ങനെയാണല്ലോ, ഹെഡ്സെറ്റ് വയ്ക്കും, അതിനുശേഷം സ്ക്രീനിലേക്ക് നോക്കി മാത്രം ഇങ്ങനെ ഇരിക്കുന്ന ഈ ഇരുത്തത്തിന് ഒരു പേരുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ടണൽ വിഷൻ. ടണൽ വിഷൻ ടണൽ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുള്ള ശബ്ദങ്ങളോ കാഴ്ചകളോ ഒന്നും നമ്മൾ ശല്യപ്പെടുത്തത്തില്ല. നമ്മൾ ഈ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു, എന്ത് നമ്മൾ കാണുന്നു, എന്ത് നമ്മൾ കേൾക്കുന്നത് ചെവി ഉൾപ്പെടെ ഇയർഫോൺ വെച്ച് അടച്ചു വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പൊതുവെ ഇയർഫോൺ വെച്ചിട്ടാണ് പല ആളുകളും ഇരിക്കുക. പിന്നെ അല്ലാതുള്ള കുറഞ്ഞ പക്ഷെ ആളുകളൊക്കെ ഇയർഫോൺ ഉപയോഗിക്കാതെ ഇരുന്ന് ഇത്തരം മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ശബ്ദത്തിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇത് ഹിപ്നോസിസ് എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രശാഖ, മനഃശാസ്ത്ര ശാഖയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദ്യ പടിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫോക്കസ്. ഈ സ്പീക്കറെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? ഈ ഒരു സംസാരിക്കുന്ന വ്യക്തിയിലെ. ഇപ്പൊ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന പോലെ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും എന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന പോലെ നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധ ആ ഒരു സംസാരിക്കുന്ന ആ ഒരു വ്യക്തിയിലാണ്. അതിന്റെ അർത്ഥം ആ സ്പീക്കർക്ക് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും കിട്ടിക്കഴിഞ്ഞു എന്നാണ്. ഇപ്പം നമ്മൾ സിനിമ കാണാറുണ്ടല്ലോ, സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ ആ സിനിമയിലെ കഥാപാത്രം കരയുമ്പോൾ, ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഉദാഹരണം പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഉദാഹരണങ്ങളിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. കാര്യം സാധാരണക്കാരായ ഇതിൽ പോയി പെട്ടുപോകുന്ന മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന്. അപ്പൊ അത് കാരണം കൊണ്ടാണ് അവർ അതിൻ്റെ അകത്ത് പെട്ടുപോകുന്നത് തന്നെ. അപ്പൊ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു സിനിമ കണ്ടെന്നാല് നമ്മളുടെ അമ്മമാര് അല്ലെങ്കിൽ അമ്മുമ്മമാര് എന്നൊക്കെ പറയുന്ന കാറ്റഗറി, ഒരു 45 മുതൽ ഒരു 50 വയസ്സ് വരെയുള്ള 60 വയസ്സ് വരെയുള്ളതൊക്കെ ഇപ്പോഴും അത്തരം അമ്മമാര് എന്ത് പറയും? ആ നായിക കരയുന്നുണ്ട്, ആ കുഞ്ഞിനെ അങ്ങനെ കരയിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നു, ആ കുഞ്ഞിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, അവൻ അങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. കാരണം അവർ ആ റിയാലിറ്റി അതൊരു അഭിനയമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നതിന് പകരം അതൊരു ജീവിതമാണ് എന്നവർ വിലയിരുത്തിയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് സ്വാഭാവികമായിട്ടും അവര് ഒരു സ്ക്രീനിലാണ് ഇത് കാണുന്നതിനേക്കാൾ ഉപരി എന്താ ചിന്തിക്കുന്നത്? അതൊരു ജീവിതമാണ്, അതൊരു ലൈഫ് നമ്മുടെ മുന്നിലേക്ക് കാണുകയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അവരതിൻ്റെ ഉള്ളിലെ കഥാപാത്രത്തിനോട് അനുകമ്പ പ്രകടിപ്പിക്കുന്നു, സഹതാപം പ്രകടിപ്പിക്കുന്നു, അവരോടൊപ്പം കരയുന്നു. അവരെ എന്തെങ്കിലും ചെയ്താൽ ഇവർ ദേഷ്യപ്പെടുന്നു, ഇവരുടെ ഇഷ്ട കഥാപാത്രത്തിന് എന്തെങ്കിലും പറ്റിയെന്നാൽ ഇവർ ആഹാരം കഴിക്കാതിരിക്കുന്നു. ഇതൊക്കെ മനുഷ്യരിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു സംഭവം. അപ്പൊ അതിന് അർത്ഥം എന്താണ്? ആ ഒരു സ്ക്രീനിൽ കണ്ട ഒരു വിഷ്വലിന് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു സീനിന് നമ്മളുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞതാണ്, നമ്മളുടെ വികാരങ്ങളെ ആ ഒരു സ്ക്രീനിൽ കണ്ട വിഷ്വൽസിന് കൺട്രോൾ ചെയ്യാൻ പറ്റി. അപ്പൊ അതേ ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഈ ആൾ ദൈവങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ അകത്ത് അവർ സ്യൂഡോ സയൻസ് എന്ന് വെച്ചാൽ സയന്റിഫിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അപ്പോൾ അങ്ങനത്തെ കുറേ സ്യൂഡോ സയൻസിന്റെ ഒരു വാക്കുകളുടെ പ്രളയമായിരിക്കും അവരുടെ സംസാരത്തിൽ. ഭയങ്കരമായിട്ട് ഒരു ഫ്ലോ ആയിരിക്കും. ഇത് കേൾക്കുന്ന നമ്മൾ സ്വാഭാവികമായിട്ട് കരുതും ഇയാൾ പറയുന്നതെല്ലാം എന്ത് ഭയങ്കര ഫാക്റ്റ് ആണ് എന്ന് കരുതും. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നത് പോലും. അപ്പൊ അതിൻ്റെ അകത്ത് അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ക്വാണ്ടം, വൈബ്രേഷൻ, കോസ്മിക് എനർജി, DNA ആക്ടിവേഷൻ. കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് തോന്നും. സത്യത്തിൽ ഇതൊക്കെ എന്താണ്? വെറും സ്യൂഡോ സയൻസ് ആണ്. ഇത് സയന്റിഫിക്കലായിട്ട് തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ സയൻസിലെ വാക്കുകളെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് അങ്ങോട്ട് ആത്മീയത അങ്ങോട്ട് കലർത്തും. എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങളുടെ ബുദ്ധിയെ തളർത്താനാണ്, നിങ്ങളുടെ ഇന്റലിജൻസിനെ തളർത്തുവാൻ വേണ്ടിയാണ്. കാര്യം ഇങ്ങനത്തെ കുറെ വാക്കുകൾ കേൾക്കുമ്പോൾ, അതായത് ഇതിന് പറയുന്ന സെമാന്റിക് ഓവർലോഡ് എന്നാണ്. സെമാന്റിക് ഓവർലോഡ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മുടെ തലച്ചോറിന് മനസ്സിലാകാത്ത കഠിനമായ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളി എന്തോ വലിയൊരു സംഭവമാണ്, ഇദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഇവിടെ നിങ്ങളുടെ യുക്തി, അതായത് നിങ്ങളുടെ ലോജിക്ക് അടിയറവ് പറയും, തോക്കും. കാരണം എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, തലച്ചോറ് എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും കാര്യമായിട്ട് കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനേക്കാളും എന്തിലാക്കെങ്കിലും ഒരു ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സമാധാനം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്തരം ക്ലാസ്സുകളിൽ പോയേക്കുന്ന ആളുകൾക്ക് അറിയാം, അവർ പറയുന്ന വാക്കുകളാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. വൈബ്രേഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും.
ആ ഒരു വാക്കില്ലാത്ത ഇത്തരം മീറ്റിങ്ങുകൾ ഉണ്ടാകത്തില്ല. നിങ്ങൾക്കൊരു എനർജി, നിങ്ങൾക്കൊരു വൈബ്രേഷൻ, നിങ്ങൾക്ക് കോസ്മിക് എനർജി, ഇതൊന്നും പറയാത്ത ഇത്തരം ആളുകളുടെ മീറ്റിംഗ് ഉണ്ടാവത്തേ ഇല്ല, ഉറപ്പാണ്. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സയന്റിസ്റ്റിനോടോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള AI-കളോടോ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള സുഹൃത്തുക്കളോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പം നമ്മളുടെ തലച്ചോറ് എന്താവും, ഭയങ്കരമായിട്ട് ടയർഡാവും. നമുക്കിത് എന്താ പറയുന്നത്, പിന്നീട് ഇത് പറയുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ മനസ്സങ്ങനെ മാറുകയാണ്. അപ്പൊ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ പറയുന്നുണ്ടാവും, നിങ്ങൾ ബുദ്ധിയെ ഉപയോഗിക്കരുത്. അവിടെയാണ് ഈ വാക്കുകളുടെ മാന്ത്രികത എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു സെക്ഷന്റെ പ്രാധാന്യം വരുന്നത്. അവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിലൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ലോജിക് ഉപയോഗിച്ച് ചിന്തിച്ചതിന് നിങ്ങൾക്കൊരു മറുപടി കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾ ഇവിടെ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾ ചോദ്യം ചോദിക്കാനാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഈഗോ ഉള്ളൊരു ആളാണ് കേട്ടോ. അങ്ങനെ ഇവർ നമ്മളെന്ത് ചെയ്യും, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് ഒരു ആൽഫ സ്റ്റേറ്റിലാണ് ആക്ച്വലി. ആ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരാൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ വിചാരിക്കും ഇവൻ പറയുന്നതിൽ എന്തൊക്കെയോ ശരിയുണ്ട്. ഇങ്ങനെ ചോദ്യം ചോദിച്ചെന്നാൽ അതും ആൾക്കൂട്ടത്തിന്റെ ഒരു മനഃശാസ്ത്രം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കുറെ പേര് കൂടിയിരിക്കുന്ന സ്ഥലത്ത് ഒരാൾ ഇത് ചോദ്യം ചോദിക്കുകയും അയാൾ കുറ്റപ്പെടുത്തപ്പെടുകയും ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഫീലൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾ മാനസികമായിട്ട് ആകെ അപ്സെറ്റ് ആയി പോകും. അയാൾക്ക് പിന്നീട് അത് ഒന്നും ചോദിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാതെയോ അയാൾ വളരെ പിരിമുറുക്കത്തിലാവും. അപ്പൊ ഈ ഒരു സംഭവം ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അവസാനം കൊണ്ടുവന്നിട്ടാണ് എപ്പോഴും ഇവര് ഈ കണ്ണടച്ചിരിക്കുന്ന ഒരു പരിപാടി കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇരുന്നാലോ 2 ദിവസം ഇരുന്നാലോ ഒന്നും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ദഹിക്കത്തില്ല. നമ്മൾ ഇവരുടെ ക്ലാസ്സുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് കയറാനായിട്ട് ഇവർ പറയും. ഇവരുടെ ആ ഒരു ഡയലോഗ് അതാണ്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കയറൂ, 7 ദിവസം ഇരിക്കൂ, 21 ദിവസം ഇരിക്കൂ, 1 മാസം ഇരിക്കൂ, 40 ദിവസം ഇരിക്കൂ എന്ന് പറയും. ഇത് നിങ്ങൾ എത്ര കാലം ഇരുന്നാലും നിങ്ങൾക്ക് അനലറ്റിക് മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇനി അവിടെ 5 കൊല്ലം ഇരുന്നെന്ന് പറഞ്ഞെന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ ഇവർക്ക് പറ്റത്തില്ല. നിങ്ങളുടെ ഒരു ചേഞ്ചസും കൊണ്ടുവരുവാനായിട്ട് ഈ വ്യക്തികൾക്ക് സാധിക്കത്തില്ല. കാരണം നിങ്ങളുടെ ലോജിക്കും യുക്തിയും വെച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അവരുടെ ഈ കമാൻഡുകൾ എല്ലാം സ്യൂഡോ സയൻസ് ആണ്, ഇതൊക്കെ ഇവൻ പറയുന്ന പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ തള്ളിക്കളയുന്ന ഒരാള് അയാളുടെ ലൈഫ് ടൈം മുഴുവൻ അവിടെ പോയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് അവർ പറയുന്ന പേരാണ് സമർപ്പണം. ആ ഒരു രീതിയിൽ നിങ്ങളുടെ സമർപ്പണം ശരിയല്ല, നിങ്ങൾ ഇവിടെ സബ്മിഷൻ ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ ഹിപ്നോസിസിൽ പരസ്പരം ഹിപ്നോട്ടിസ്റ്റും സബ്ജക്റ്റും, അതായത് ഹിപ്നോസിസ് വിധേയമാകുന്ന വ്യക്തി സബ്ജക്റ്റ് എന്നറിയപ്പെടുക, ഹിപ്നോട്ടിസം ചെയ്യുന്ന ആളെ ഹിപ്നോട്ടിസ്റ്റ് എന്ന്. അപ്പൊ ഹിപ്നോട്ടിസ്റ്റ് സബ്ജക്റ്റിനോട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനിലും ബാക്കിയുള്ള കാര്യങ്ങളിലും എല്ലാം ഈ സബ്ജക്റ്റിന് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ വർക്കാവൂ, അല്ലെങ്കിൽ ഇത് വർക്കാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ സബ്ജക്റ്റുമായിട്ട് ആസ് എ ഹിപ്നോട്ടിസ്റ്റ് ഞാൻ ആ സബ്ജക്റ്റുമായിട്ട് വളരെ കാഷ്വൽ ആയിട്ട് സംസാരിച്ച് കുറെ കാര്യങ്ങൾ അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ അയാളുടെ കുറെ മാനറിസം വരെയും നമ്മൾ എന്ത് ചെയ്യും, മിറർ ചെയ്യും. മിറർ ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ തടവുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതേ ആ ഒരു പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യും, ഇടക്ക് നമ്മൾ ഇതുപോലൊക്കെ ഇങ്ങനെ താടിയൊക്കെ ഇങ്ങനെ തടവും. അയാൾ ഇങ്ങനെ ഇടക്ക് തടവുന്നുണ്ട്, അപ്പൊ നമ്മളും അതുപോലൊക്കെ തടവും. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജനുവരി ആണല്ലേ ഡേറ്റ് ഓഫ് ബർത്ത്, എൻ്റെതും അങ്ങനെയാണ് എന്നൊക്കെ പറയും. നമ്മളൊരു സിങ്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിയുമ്പോൾ ഇയാളുടെയും നമ്മളുടെ ഇടയിൽ ഒരു റാപ്പോർട്ട് ബിൽഡാവും, ഒരു വിശ്വസ്തത, ഒരു പാലം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം ബിൽഡാവും. ആ പാലം ബിൽഡായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇയാൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അപ്പൊ ഇവരിവിടെ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് പവർ കിട്ടും, നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ കിട്ടും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ ഇവർ നിങ്ങളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. അത് അവരായിരിക്കത്തില്ല, അവരുടെ ടീം മെമ്പേഴ്സ് ആയിരിക്കും. അവരിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ അകത്ത് ഇരുന്നപ്പോൾ എനിക്കിത് കിട്ടി, എനിക്കത് കിട്ടി എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം നമ്മൾ കുറച്ച് ദിവസം അവിടെ ചെന്ന് കയറി കഴിയുമ്പോൾ നമ്മൾ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇത്രയും പേർക്ക് കിട്ടുന്നുണ്ടല്ലോ, എന്നാൽ എനിക്കും കിട്ടും. മനസ്സിൽ നമ്മളുടെ മനോമുകുരത്തിലും ഇതിങ്ങനെ പൂവിടാൻ തുടങ്ങും. അപ്പൊ ഇത് കിട്ടാത്തത് എൻ്റെ കുഴപ്പമാണ് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങും. ആ ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് കണ്ണടച്ചിരിക്കുന്ന സമയം മുതലെല്ലാം നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ഈ സംഭവത്തെക്കുറിച്ച് എക്സ്പെക്റ്റേഷൻ തുടങ്ങും. എന്താണ്, നമുക്കിത് കിട്ടണം, നമ്മുടെ ആഗ്രഹം അതാണ്. അവർക്ക് എന്താണോ കിട്ടുന്നത് അത് നമുക്ക് കിട്ടണം, അത് നമുക്ക് കിട്ടുന്നില്ല, വൈ എന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഉള്ളിലുള്ളത്.
അപ്പൊ നമ്മൾ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്താണ് ഇവർ ക്ലാസ് പകുതിയാകുമ്പോൾ അല്ലെ പൂർണ്ണമാകുമ്പോൾ അവർ പറയും ക്ലോസ് യുവർ ഐസ്. എന്നിട്ട് അവരിങ്ങനെ നോക്കും, എല്ലാവരും അതിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണോ, സ്ക്രീനിൻ്റെ അകത്തേക്ക് ഇങ്ങനെ അവരിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും. എല്ലാ മനുഷ്യരും കണ്ണടച്ചിരിക്കുകയാണെന്ന് അവരിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ നോക്കുന്നതാണ്. കാര്യം എല്ലാവരും കണ്ണടച്ചിട്ടുണ്ടോ എന്നാണ് കാര്യം. ഈ കണ്ണടയ്ക്കാൻ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു സയൻറ്റിഫിക് റീസൺ ഉണ്ട്. നമ്മൾ ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്ത് ഫിക്സഡ് ഗൈസ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ, അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നോക്കി അവരുടെ കോൺസെൻട്രേഷൻ നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു രീതിയിൽ അവരെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് പറയും നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ അടയും എന്ന് പറയും. നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ അടയും എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ ആ ഒരു ടോണിൽ നമ്മളിങ്ങനെ അതിനെ ട്യൂൺ ചെയ്ത് കൊണ്ടുവരും. അവർ എത്ര ബലം പിടിച്ചാലും അവരുടെ കണ്ണുകൾ അടയും, സ്വാഭാവികമായിട്ട് അടഞ്ഞു വരും. അപ്പം നമ്മൾ പറയും നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കണ്ണുകളൊക്കെ അടഞ്ഞങ്ങ് പോകും. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹിപ്നോട്ടിസം ചെയ്യുന്ന ആളുകൾക്ക് എക്സാക്റ്റ് ആയിട്ടും അറിയാം. അവരുടെ കണ്ണുകൾ, നമ്മൾ പറയുകയാണ് നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് അടഞ്ഞിരിക്കുകയാണ്, ഇനി നിങ്ങൾ ഒരു നല്ലൊരു ഉറക്കത്തിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ അവരെ ഒരു ഡീപ്പ് ആൻഡ് സ്ലീപ്പിലേക്ക് കൊണ്ടുപോകും. ഇതിന് പകരം നമ്മൾ എന്നിട്ട് നമ്മൾ അവർ രണ്ട് കൈയും വിരലും ഇങ്ങനെയൊക്കെ നീട്ടി വെച്ച്, എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുപോലെ നമ്മളിങ്ങനെ വിരലൊക്കെ നീട്ടി വെച്ചിട്ട് നിങ്ങളുടെ വിരലുകൾ ഇങ്ങനെ ഒട്ടി വരികയാണെന്ന് പറയുന്നത് ഇവൻ ഇത് കാണാൻ പറ്റുന്നില്ല. ഈ കണ്ണടച്ചിരിക്കുന്ന വ്യക്തിക്ക് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിഷ്വൽസ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. അതിന്റെ പ്രത്യേകത എന്താ? നമ്മളുടെ തലച്ചോറിലേക്ക് 80% വിവരങ്ങളും വരുന്നത് കാഴ്ചയിലൂടെയാണ്, നമ്മൾ കാണുന്ന കാഴ്ചയിലൂടെയാണ്. അപ്പൊ കണ്ണടയ്ക്കുന്ന സമയം നമ്മുടെ തലച്ചോറ് ഉൾപ്പെടെ വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്ക് എത്തും. അപ്പൊ ആ സമയത്ത് ബാഹ്യമായ ഒരു തടസ്സവും ഇല്ലാതെ ഈ മുന്നിലിരിക്കുന്ന വ്യക്തി പറഞ്ഞ ക്ലോസ് യുവർ ഐസ് എന്ന് പറഞ്ഞതിന് ശേഷം സജഷൻസ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നതെങ്കിൽ, വെർബൽ സജഷൻ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ ശബ്ദത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കും. പക്ഷെ ഇവിടെ ഇത്തരം കൾട്ടുകളിൽ സംഭവിക്കുന്നത് എന്താണ്? അവിടെ ഗൈഡഡ് ആയിട്ട് ഒരു ഡയറക്ഷൻ ഇല്ല. അതായത് ആ സമയത്ത് അവർ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് അവരോട് പറയുന്നത് നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട, ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒന്നും ചോദിക്കണ്ട, ഇങ്ങനെയാണ് അവർ പറയുക. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞ ഈ പ്രോസസ്സിന്റെ ഉദ്ദേശം എന്താണെന്ന് അവരുടെ ആദ്യത്തെ ആ ഒരു കുറച്ച് ദിവസം ഇങ്ങനെ ഇരുന്നിരുന്ന് കേട്ട് ഈ വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്, എന്തിനാണ് ഞാൻ ഇനി കണ്ണടയ്ക്കാൻ പോകുന്നതെന്ന്. അതാണ് അവിടുത്തെ പോയിന്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. അതിനുവേണ്ടിയാണ് അവർ പറയുന്നത് നിങ്ങളൊരു 7 ദിവസം ഇരുന്നത് കേട്ടു നോക്ക്, നിങ്ങളൊരു 8 ദിവസം ഇരുന്നത് കേട്ടു നോക്ക്, 10 ദിവസം ഇരുന്നത് കേട്ടു നോക്ക് എന്ന് പറയുന്ന ആ ലോജിക്ക് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഇവര് പറയുന്നത് എന്താ? ഒന്നും, പിന്നെ കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കരുത്, ഡോണ്ട് തിങ്ക് എനിത്തിങ്. നമുക്കൊന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങളൊരു 10 മിനിറ്റ് ഫ്രീ ആയിട്ട് ഇരുന്ന് തന്നാൽ നിങ്ങളുടെ മനസ്സ് കാമാകും, കൂളാകും. വെറുതെ കണ്ണടച്ച് 10 മിനിറ്റ് ഒന്നും ചിന്തിക്കാതെ ഒന്നും ആലോചിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് കൂളാവും. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആ ക്ലാസ്സുകളിൽ ഇരിക്കുന്നതും നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഇരുന്നാലും അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 മിനിറ്റ് നമ്മൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി കയ്യോ കാലോ എങ്ങനെ വേണമെങ്കിലും വെച്ചോ, എന്ന് വെച്ചാൽ ഒരു ലോഡ് ഇല്ലാത്ത രീതി നിങ്ങൾ ഇരിക്കുക. ജസ്റ്റ് ഇരുന്നിട്ട് നിങ്ങൾ കണ്ണടച്ച് അത് റിലാക്സേഷനിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, കണ്ണടച്ച് നിങ്ങൾ ഒന്നും ആലോചിക്കാതെ അവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, അത് വേണമെങ്കിൽ ഒരു ലൈറ്റ് മ്യൂസിക് വേണമെങ്കിൽ ഇയർഫോണിൽ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാം. നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈറ്റ് മ്യൂസിക് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതേ കണ്ടീഷനിലേക്ക് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ ശരിക്കും ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ മ്യൂസിക്കൊക്കെ കേട്ട് നമ്മളൊരു കാർ ഓടിക്കുന്ന ഒരു ഫീൽ എന്നൊക്കെ പറയില്ലേ, അപ്പൊ ശരിക്കും നമ്മൾ കാർ ഓടിക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ നമ്മൾ ആ മ്യൂസിക്കിന്റെ അകത്ത് ലയിച്ചിരിക്കുകയാണ്, നമ്മൾ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകും. അപ്പോഴും നമ്മൾ ട്രാൻസ് ആയി പോകാറുണ്ട്. നമ്മളുടെ ഈ സ്ഥലകാല ബോധം എന്ന് പറയുന്ന ഒരവസ്ഥ വിട്ട് നമ്മൾ ഹൈവേ ഹിപ്നോസിസ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാം. കാറ് സ്ഥിരമായിട്ട് ഓടിക്കുന്ന വഴികളാണെങ്കിൽ നമ്മൾ ഈ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല, സൈഡിൽ പോകുന്ന വണ്ടികൾക്ക് നമ്മൾ സൈഡ് കൊടുക്കും, ഇതെല്ലാം നമ്മൾ ചെയ്യും. അതെല്ലാം ഒരു ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും, നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. എന്നതുപോലെ നിങ്ങൾ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചിന്തിക്കാനില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? ഈ പറഞ്ഞൊരു ഓട്ടോ പൈലറ്റ് മോഡിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആയിട്ട് വിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മസിൽസ് എല്ലാം ഓട്ടോമാറ്റിക് ഫ്രീ ആവും, ഫുള്ളി റിലാക്സ്ഡ് ആവും. അതിനുശേഷം നിങ്ങൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് അതിന് നിങ്ങൾ 10 മിനിറ്റ് ഇരിക്കണോ 20 മിനിറ്റ് ഇരിക്കണോ, നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണമെങ്കിലും ആ ഒരു കണ്ടിന്യൂ ആയിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കാം. അപ്പോൾ 1 മണിക്കൂർ വരെയൊക്കെയുള്ള അത്തരം മ്യൂസിക്കുകൾ, കാം മൈ മൈൻഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ മ്യൂസിക്കുകൾ ഈ നമ്മളുടെ യൂട്യൂബിലടക്കം കിട്ടും. അത് വേണമെങ്കിൽ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ റിലാക്സേഷനിലേക്ക് പോകാം. മെഡിറ്റേഷനിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ ഒരു എനർജിയെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആ സമയം നമ്മൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നുമില്ല. പക്ഷേ ഇത്തരം ക്ലാസ്സുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക?
അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ റിവ്യൂസ്, ഈ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇതിനു വേണ്ടിയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്, എനിക്കിത് അവർക്ക് കിട്ടിയതുപോലെ കിട്ടാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു തോട്ട്സ് നമ്മുടെ ഇന്റേണലി നമ്മളെ ഇങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കും, വേട്ടയാടുകയാണ്, നമ്മുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഇനി അടുത്ത റിവ്യൂസ് വരുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ഇതിൻ്റെ അകത്ത് ഈ പങ്കെടുത്ത കുറേ ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് പറയും, എനിക്കപ്പോൾ ഒന്നും പറയാനില്ലല്ലോ, അതിനിപ്പോൾ അതെന്തായിരിക്കും എനിക്ക് കിട്ടാത്തത്, ഈ ഒരു ചിന്തയിൽ അതെന്താ എനിക്ക് ഈ എനർജി കിട്ടാത്തതെന്നൊരു ചിന്തയിലാണ് നമ്മളവിടെ സ്റ്റക്കായിരിക്കുന്നത്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഈ പറയുന്ന വ്യക്തി ആദ്യത്തെ ആ ഒരു സെഷൻ അപ്പം തന്നെ പെട്ടെന്ന് ഇപ്പൊ അപ്പോഴത്തേക്കും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 20 മിനിറ്റ് ആവും. ആ 20 മിനിറ്റ് ആകുമ്പോൾ ഈ വ്യക്തി പറയും ഓപ്പൺ യുവർ ഐസ്. അപ്പൊ നമ്മൾ ഉറങ്ങുകയായിരുന്നു? അല്ല. അപ്പൊ നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ചില ആളുകൾ പറയും ഭയങ്കര ഫീലായിരുന്നു കേട്ടോ സാറേ, ഭയങ്കര ഫീലായിരുന്നു, എനിക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു, ശരീരമൊക്കെ അങ്ങോട്ട് വിറച്ച് വൈബ്രേറ്റ് ചെയ്ത് ഭയങ്കര ഒരു എനർജി അങ്ങ് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. ഇതും കൂടെ കേൾക്കുമ്പോൾ നമ്മളെന്താവും, നമ്മളങ്ങോട്ട് അബ്സല്യൂട്ടിലി നമ്മളങ്ങ് ഇല്ലാതാവും, നമുക്കിത് കിട്ടിയില്ല, ബാക്കിയുള്ളവർക്ക് കിട്ടി. അപ്പൊ ഇവിടെ ഈ വൈബ്രേഷൻ, ഇന്നലെ ഒരാൾ വന്നിട്ട് നമ്മളുടെ വീഡിയോയിൽ ചോദിച്ചിരുന്നു, ഈ വൈബ്രേഷൻ ഒന്ന് നീ ഒന്ന് ഉണ്ടാക്കി കാണിക്കുന്നു. ഇതുണ്ടാക്കി കാണിക്കാൻ ഒരു പ്രയാസവും ഇല്ല, അതിന് യുക്തിപരമായ കാര്യങ്ങൾ വെച്ച് ഞാൻ വിശദീകരിക്കാം. യുക്തിപരമായ കാര്യം അല്ലാതെ എനർജിയെ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ കുറേ സമയം കണ്ണടച്ച് ഒരേ ഇരിപ്പിരിക്കുമ്പോൾ ചിലർക്ക് വിറയൽ വരും, ചിലർക്ക് കൈകാലുകളിൽ തരിപ്പ് വരും. അവർ പറയും ഇത് എനർജി എന്നിലേക്ക് വന്നതാണ് എന്നാ പറയുക, എനർജി എന്നിലേക്ക് വന്നത്. നമ്മൾ കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ, കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ, ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വേറെ ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ 20 ദിവസം ഇരുന്നാലേ കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന സാധനം 15 മിനിറ്റ് ഇരുന്ന് ഉണ്ടാക്കാൻ എനിക്ക്, അത് ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് പറയുന്നത് അറിയോ, ഇതൊരു തട്ടിപ്പിലേക്ക് നിങ്ങൾ പോവാതിരിക്കാനുള്ള ഒരു അവയർനെസ്സാണ്. അപ്പൊ നിങ്ങളത് അതേ രീതിയിൽ കാണുകയും നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിലേക്ക് ഇത് എത്തിക്കുകയൊക്കെ ചെയ്തെന്നാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോ അവിടെ എന്താ ഈ നടക്കുന്നത്, ഈ വൈബ്രേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാ? ആളുകൾ കുറേ സമയം കണ്ണടച്ച് ഒരേ ഇരിപ്പിരിക്കുമ്പോൾ ഈ തരിപ്പ് വൈബ്രേഷനിന്റെ അത് കടച്ചു, എന്താ പറയാ, കാല് കടഞ്ഞു, കൈ കടഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയും. നമ്മളിങ്ങനെ കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ രക്തം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക അല്ലെ, ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ബ്ലഡ്. ഹൃദയത്തിന് റെസ്റ്റ് ഉണ്ടോ? നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ ഹൃദയം കുറച്ചെന്ത് ചെയ്യും, സ്ലോ ആകും, ബട്ട് ഹൃദയം സ്റ്റിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രക്തയോട്ടത്തിൽ ചെറിയ മാറ്റങ്ങൾ വരും, വേരിയേഷൻസ് വരും. ഇതിന് പറയുന്നത് സ്റ്റാറ്റിക് പോസ്ചർ റെസ്പോൺസ് എന്നാണ്. മനസ്സിലായോ? സ്റ്റാറ്റിക് പോസ്ചർ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു മാറ്റം നമ്മൾ ഈ ബ്ലഡ് സർക്കുലേഷനിൽ സംഭവിക്കും, രക്തയോട്ടത്തിൽ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പം കൈകളിലെ ഞരമ്പുകളിലൊക്കെ ഒരു ചെറിയ മർദ്ദം വന്നാലും നമുക്ക് തരിപ്പ് അനുഭവപ്പെടും. ഇതിനെയാണ് ഈ ആൾദൈവങ്ങൾ ഈ സ്പിരിച്വൽ എനർജി എന്ന് വിളിക്കുന്നത്. ഇതൊരു സാധാരണ ശാരീരിക മാറ്റം മാത്രമാണ്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു എനർജിയും ഇല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു 10 മിനിറ്റ് ഇരുന്ന് നോക്കണം. എന്നെ കേൾക്കുന്ന ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ, കാര്യം നിങ്ങൾക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. എന്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടാനാ? നിങ്ങൾക്ക് യാതൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന ഒരു 10-15 മിനിറ്റ്, അതിൽ കൂടുതൽ നിങ്ങൾക്കൊന്നുമില്ല. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ക്ലാസ് കേൾക്കാൻ വരണ്ട. നിങ്ങൾക്കത് തന്നെ ഫീൽ ചെയ്യും, നിങ്ങൾക്ക് തന്നെ മനസ്സിലായ പിന്നെ നിങ്ങൾ കേൾക്കാൻ വരണ്ട. ഞാനിവിടെ ഇരുന്ന് എന്തോ പറയട്ടെ, വിട്ടോ. നിങ്ങൾക്ക് ആ ഒരു എന്റർടൈൻമെന്റ് അവിടെ കിട്ടും, ആ ഒരു എൻജോയ്മെന്റ് അവിടെ കിട്ടും, ആ ഒരു റിലാക്സേഷൻ അവിടെ കിട്ടും, ആ ഒരു കാംനെസ് അവിടെ കിട്ടും. അത് കിട്ടിയാൽ പിന്നെ നിങ്ങൾ വരണ്ട. നിങ്ങൾ ഒരു ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടതല്ല ഞാൻ പറയുന്നതിന്റെ ആശയം, അത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റമാണ്. ആ ബിലീഫ് സിസ്റ്റം നിങ്ങളെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇവര് പറയുന്ന മിറാക്കിൾ അല്ല അത്. ഇനി കൂടെ നോക്കി വന്നാൽ നമ്മളുടെ ഒരു അസുഖം എന്താന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല, അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർ പറയും അതിന്റെ ഇന്ന കുറച്ച് ടെസ്റ്റ് എടുക്കണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, യൂറിൻ ടെസ്റ്റ് ചെയ്യണം, വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാവും നോക്കണം, വിറ്റാമിൻ ഇയുടെ കുറവുണ്ടാവും നോക്കണം, അല്ലെങ്കിൽ ചർമ്മം ഇങ്ങനെ ചുളുങ്ങിപ്പോയെങ്കിൽ അത് വിറ്റാമിൻ ഇയുടെ കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ അതിനുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളിൽ നോക്കും. അപ്പൊ നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്ലാസിബോ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു ഫീല്. ആ ഫീൽ അവരുടെ ഔദാര്യമോ വരദാനമോ അനുഗ്രഹമോ ഒന്നുമല്ല. ഇതിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് ആ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞു കഴിയുന്നത് നിങ്ങൾ എന്നെ പ്രാന്തനെന്ന് വിളിക്കും. നിങ്ങളിത് ചെയ്തു നോക്കണം.
ഞാൻ പറയുന്ന ആകെ 10 മിനിറ്റ് നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ റിലാക്സ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുക. കണ്ണ് അടച്ചിരിക്കണമെങ്കിൽ ഇരിക്കുക, കണ്ണ് തുറന്നിരുന്നിട്ട് വേണമെങ്കിലും ഈ കാര്യം ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ. പക്ഷെ കണ്ണ് തുറക്കുമ്പോഴുള്ള പ്രശ്നം എന്താ, നമ്മളുടെ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞു, കണ്ണ് അടച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ 80% ഡാറ്റയും കട്ടാവും. കണ്ണ് തുറന്നിരുന്ന 80% ഡാറ്റയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ചുറ്റിലുമുള്ള. അപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ അവെയർ ആയിക്കൊണ്ടിരിക്കും. ഈ പ്രകൃതിയിൽ നടക്കുന്ന ഇല അനങ്ങുന്ന കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനും നല്ലത് കണ്ണടച്ചിരിക്കുന്നതാണ്. അങ്ങനെ കണ്ണടച്ച് 10 മിനിറ്റ് ഇരുന്നാൽ നിങ്ങൾക്ക് ഈ ഫീല് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ റൂമിൽ ഒരാളുടെയും ഒരു മണിക്കൂറത്തെ പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് അടുത്ത ക്ലാസ്സുകൾ എൻ്റെതുപോലെ നിങ്ങൾ കേൾക്കാൻ വരണ്ട, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയും. പറ്റും, 100% ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും. കാര്യം അത് ഒരാളും തരുന്ന സംഭവമല്ല, നിങ്ങളുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു റിലാക്സേഷനാണ്. അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഈ ഇന്നത്തെ ഈ ഒരു ലൈവിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കാര്യം, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പോയി വിശ്വസിക്കുകയും ഈ വൈബ്രേഷൻ വരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനിൽ വരുന്ന ചെറിയൊരു വേരിയേഷനാണ്. അത് എന്തുകൊണ്ടാണ് വരുന്നത്? ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓടുമ്പം നമ്മുടെ ഹൃദയം എങ്ങനെയാണ്, പതിയാണോ ഇടിക്കുക? അല്ല. നമ്മൾ ഓടുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ട് ഭയപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ ഹോർമോണുകൾ അഡീഷണൽ ഉണ്ടാകും. അഡ്രിനാലിൻ, അതുപോലെ ഭയപ്പെടുത്തുന്ന ഈ കുറേ നമ്മുടെ ബ്രെയിനിൽ കുറേ പാർട്ട് ഭയങ്കരമായിട്ട് എന്താവും, റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഞാൻ ആദ്യമേ തന്നെ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞു, ഈ ഭയം എന്ന് പറയുന്ന വികാരം നമുക്കുണ്ടായത് സർവൈവലിന് വേണ്ടിയാണ്. നമ്മളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഭയം ഉണ്ടായിരിക്കുന്നത്. ഒരാൾ കൊല്ലാൻ വന്നാൽ നമ്മൾ ഓടും, പാമ്പ് കടിക്കാൻ വന്നാൽ നമ്മൾ ഓടും, വണ്ടി ഇടിക്കാൻ വന്നാൽ നമ്മൾ ഓടി മാറും. ഇനി എന്തെങ്കിലും മേളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുന്ന കണ്ടാൽ നമ്മൾ ഓടും. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മളുടെ സർവൈവൽ, അതായത് നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മളുടെ ജീവൻ രക്ഷിക്കുക, നമ്മളെ സർവൈവ് ചെയ്യുക, അതിനു വേണ്ടിയുള്ള നമ്മളുടെ ഇന്റേണലി ഉള്ള ഒരു ഇമോഷനാണ്, ഒരു വികാരമാണ് ഈ പറയുന്ന ഭയം എന്ന് പറയുന്നത്. ആ ഭയം വെച്ചിട്ടാണ് ഇനി നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു റിസോർട്ടില്ല, വേറൊരു സോഴ്സ് ഇല്ല എന്ന് പറയും നമ്മളെ അവിടെ ട്രാപ്പ് ചെയ്യുന്നത്. അതാണ് അവരുടെ പശയും. അപ്പൊ അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് അറിയാവുന്ന സാഹചര്യങ്ങളിൽ ഇവരെന്ത് ചെയ്യും? നമ്മളുടെ കണക്ഷനുകൾ മനഃപൂർവ്വം കട്ട് ചെയ്ത് കളയും, ഓരോ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ കട്ട് ചെയ്ത് കളയും, ഐസൊലേറ്റ് ചെയ്യും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇനി എങ്ങനെ രക്ഷപ്പെടാം? അതൊരു മെയിൻ പോയിന്റ് ആണല്ലോ. എങ്ങനെ ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റും? നിങ്ങൾ കണ്ണ് തുറന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഈ കണ്ണടയ്ക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ണ് തുറന്നിട്ട് നിങ്ങളുടെ സ്ക്രീനിൻ്റെ അകത്തോടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ റൂമിലെ സാധനങ്ങളിലേക്കൊക്കെ നോക്കിയേ, നിങ്ങൾക്ക് അവർ പറയുന്ന എന്തെങ്കിലും ഒരു ഫീല് കിട്ടുമോ? അന്നേരം കിട്ടത്തില്ല. അതായത് അവരുടെ ക്ലാസ്സിൽ ഇരിക്കുന്നതിന്റെ ഗുണമാണെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരുന്നാലും കിട്ടണം, കണ്ണടയ്ക്കാതിരുന്നാലും കിട്ടണം. എന്തോ മിറാക്കിൾ സംഭവിക്കും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഇത്തരത്തിലുള്ള റിലാക്സേഷനും അതുപോലെ കുറേ റിലാക്സേഷന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും വേദന കുറയാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഹോർമോണുകളോട് പ്രൊഡ്യൂസ് ചെയ്യും. യഥാർത്ഥത്തിൽ അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവര് ഇങ്ങനെ ഇത് കണ്ണടച്ചിരിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ കണ്ണ് തുറന്നിരുന്നിട്ട് അവരോടൊന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ കണ്ണ് തുറന്നിട്ട് അല്ലെങ്കിൽ ആ ക്ലാസ്സിന്റെ ഇടയ്ക്ക് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഞാൻ ഈ ചോദിച്ച പോലെ നിങ്ങൾ ലോജിക്കായിട്ടൊരു ചോദ്യം ചോദിച്ചു നോക്ക്. അതെന്താ ഇങ്ങനെ നിങ്ങളുടെ കൂടി ഇരിക്കുമ്പോഴാണ് ഈ പവർ കിട്ടുന്നതെങ്കിൽ ഞാൻ കണ്ണടച്ചാൽ മാത്രം കിട്ടുന്നത് എന്താ? കണ്ണടയ്ക്കാതെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാത്ത എന്താ? ഞാനീ പറയുന്നത് ഒരു ഫാക്ട് സൈഡ് അല്ലേ, നിങ്ങൾക്ക് ആലോചിക്കാനുള്ള ഒരു പോയിന്റ് അല്ലേ ഞാൻ ഇട്ട് തരുന്നത്. കേട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ആലോചിക്കാനുള്ള ഒരു പോയിന്റാണ് ഞാൻ ഇട്ട് തരുന്നത്. കണ്ണടച്ചിരുന്നാൽ മാത്രം നമ്മളിപ്പോൾ ഒരു ഷവറിന്റെ താഴെ പോയി നിൽക്കുകയാണ്, 10 പേരുണ്ടെങ്കിൽ ഈ 10 പേരുടെ ദേഹത്ത് വെള്ളം വീഴത്തില്ലേ? 10 പേർക്ക് നനയുന്ന ഫീൽ ചെയ്യത്തില്ലേ? അപ്പോൾ ഒരു അനുഗ്രഹം ഷവർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് അല്ലേ, ആകാശത്തുനിന്ന് അനുഗ്രഹം ഷവർ ചെയ്യുകയാണ്. അവിടെ ഇരിക്കുന്ന ആ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ ഷവർ ചെയ്യുകയാണ്, അനുഗ്രഹം ഇറങ്ങുകയാണ്, അനുഗ്രഹം പൊഴിയുകയാണ്. അത് നമ്മൾ കണ്ണടയ്ക്കുന്നതായിട്ട് എന്താ ബന്ധം? ജസ്റ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ഫാക്ട്. എന്നാൽ നിങ്ങൾ ട്രാൻസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതും ഫീൽ ചെയ്യും. അത് എവിടുന്നാ ഫീൽ ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലാണ്, നിങ്ങളുടെ ബ്രെയിനിന്റെ ഉള്ളിലാണ്. അപ്പൊ അതാണ് അവിടുത്തെ വ്യത്യാസം. അപ്പൊ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ കുറച്ച് ഇടവേള എടുത്ത് കൊണ്ടുപോയി മുഖം കഴുകിയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആ ചുറ്റി പിടിച്ചിരിക്കുന്ന ഒരു മോഹവലയുണ്ട്. ഏതാ? എന്തോ ഒരു പവർ കിട്ടും എന്നുള്ള ആ മോഹവലയെ അപ്പം തന്നെ ബ്രേക്ക് ആയി പോകും. നമ്മൾ ഉറക്കത്തിൽ നേരിട്ട് പോയി അപ്പം തന്നെ എന്നാ ഒന്ന് മുഖം കഴുകിയിട്ട് വരട്ടടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി മുഖം കഴുകും. അതെന്തുകൊണ്ടാ? നമ്മളുടെ ആ ഒരു ഉറക്ക ചടവ് മാറാൻ വേണ്ടിയാ. ഇതുപോലെ തന്നെ ഇവരുടെ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓവർലോഡ് ഇവർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല.
അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റും കൂടിയാണ്. അത് നിങ്ങൾ പ്രത്യേകം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ഉടമ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമായിരിക്കുക. മറ്റൊരാൾക്കും അതിൻ്റെ അകത്ത് കയറിയിരിക്കാനുള്ള അധികാരം കൊടുക്കരുത്. അങ്ങനെ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ കാണാൻ നമ്മൾ നിർബന്ധിതരാകും. അവർ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും പല ആളുകളും പറയുന്നത് എന്താ, ഞങ്ങളൊന്നും കാണാൻ പറയുന്നില്ല, ഞങ്ങളൊന്നും ചിന്തിക്കാൻ ഇവരോട് പറയുന്നില്ല, ഞങ്ങൾ ഒരു കാര്യവും പറയുന്നില്ല എന്നാ പറയുക. പക്ഷെ അവർ പറയുന്നില്ലേ, യഥാർത്ഥത്തിൽ അവർ ഈ പറയുന്ന 2-3 മണിക്കൂർ അവർ നിങ്ങളെ ഇതുപോലെ കൺവീൻസ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറെ ആൾക്കൂട്ടത്തിന്റെ ഹിപ്നോസിസിന്റെ ഒരു സെക്ഷനും ക്രിയേറ്റ് ചെയ്ത് അതിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ട് 1 മണിക്കൂർ നമുക്ക് എന്തെങ്കിലും കണ്ണടച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ണടച്ചിരിക്കാം. അപ്പോഴാണ് ഫീൽ ഉണ്ടാകുന്നത്. ഞാൻ ഈ ചോദിച്ച കാര്യങ്ങൾ അല്ല എന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ എന്ന് ഞാനിവിടെ ചലഞ്ച് ചെയ്ത് ചോദിക്കാം. ഞാനിപ്പോൾ ചോദിച്ചതിൻ്റെ അകത്ത് ആശയപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു അനുഗ്രഹം വരുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അനുഗ്രഹം വരുന്നു. അതിനെന്തിനാ കണ്ണടച്ചിരിക്കുന്നത്? അതെന്താ, കണ്ണ് മുന്നിൽ കൂടി ഈ സാധനം കൊണ്ടുപോകും നമുക്ക് തരാൻ പറ്റത്തില്ലേ? കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്കത് തരാൻ പറ്റത്തില്ലേ? കണ്ണ് തുറന്നിരുന്നാൽ നമ്മുടെ അവയർനെസ്, അവബോധം, നമ്മൾ കാണുന്ന വസ്തു എന്താണോ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കണ്ടീഷൻ അതുണ്ടാവും. അതുണ്ടാകുമ്പോൾ ഹാലൂസിനേഷൻ വർക്ക് ചെയ്യില്ല, ഇമാജിനേഷൻ വർക്ക് ചെയ്യില്ല. കാര്യം നമ്മളെപ്പോഴും ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. കണ്ണിങ്ങനെ മിഴിച്ചു വെച്ചുകൊണ്ട് സ്ക്രീനിൻ്റെ അകത്ത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവരും ഇങ്ങനെ നോക്കും. എല്ലാവരും കണ്ണടച്ചോന്ന് ഇങ്ങനെ നോക്കുന്നതാണ്. ഈ പറയുന്ന എല്ലാ ആളുകളും അത് നോക്കും, അവർ കണ്ണടച്ചിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങളെ അടിമപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ അവര് വേറെ ഒരു കാര്യവും അവിടെ അവരുടെ ഫോക്കസിലില്ല. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അവരോട് ചോദ്യം ചോദിക്കാൻ അവർ സമ്മതിക്കത്തില്ല. അവർ യുക്തിയെയും ബുദ്ധിയെയൊക്കെ കൊന്നിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ചോദ്യം ചോദിക്കാൻ അവർ ഒരിക്കലും നമ്മളെ അനുവദിക്കത്തില്ല. കണ്ണടയ്ക്കാതെ കണ്ണു തുറന്നിരുന്നാൽ എനിക്കിത് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിയുന്നാൽ അവർ പറയും സാധ്യതയില്ലെന്ന് പറയും. ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഗുരുക്കന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. അവർ പറയും നിങ്ങൾ കണ്ണടച്ചിട്ട് ധ്യാനിച്ചാൽ ഇത് കിട്ടുമെന്ന് പറയും. അത് നിങ്ങൾ അവരുടെ മീറ്റിങ്ങിൽ പോയിരുന്ന് കണ്ണടച്ച് ധ്യാനിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ റൂമിൽ അങ്ങനെ ഇരുന്ന് കണ്ണടച്ച് ധ്യാനിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത് നമ്മൾ ഭയപ്പെടുത്തി അടുത്തൊരു സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അത്തരം ഭയമാണ് നമ്മളെ വീണ്ടും അവരുടെ ക്ലാസ്സുകളിലേക്ക് എത്തിയില്ലെങ്കിൽ. ഇപ്പൊ ഞാനിവിടെ പറയുന്നത് നിങ്ങൾ വേണേ വന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ കണ്ടോ, ഒരു കുഴപ്പമില്ല. എനിക്കിവിടെ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് നടത്തണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയുന്നു. അത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ഇതിൽ പെട്ടുപോയ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തുന്ന അവരവരുടെ ലോജിക്ക് മൈൻഡിൽ ഏതെങ്കിലും സമയത്ത് ഇരിക്കുമ്പോൾ അവരിതൊന്നും കാണുകയും കേൾക്കുന്നില്ല. അത് വേറൊരു വശമാണ്. കാര്യം അവർ ഓൾറെഡി ഐസൊലേറ്റഡ് മൈൻഡ് സെറ്റിലാണ്. ഇതൊക്കെ പറയുന്നത് ഏതോ ഒരു ചാത്തനാണ്, പിശാചാണ് എന്നൊക്കെയാണ് അവരുടെ മനസ്സിൽ. എൻ്റെ രൂപം പോലും അവരുടെ മനസ്സിൽ എന്തായിരിക്കും, ഇങ്ങനെ ഈ കുറേ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ചലഞ്ച് ചെയ്ത് അവരുടെ ദൈവത്തെ വെല്ലുവിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിൽ പോലും, അവരുടെ സബ് കോൺഷ്യസിൽ പോലും എന്നെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത് വലിയൊരു ഭീകരജീവിയായിട്ടായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഫേസ്ബുക്കിൽ അവർ പേജ് തുടങ്ങിയിട്ടുണ്ട്, പുതിയ പേജ്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ ഒരു നോട്ട് റെക്കമെൻഡഡ് എന്ന് പറയുന്നൊരു റിവ്യൂ ഞാൻ ഇട്ടിരുന്നു. അന്നേരം അതിൻ്റെ അകത്ത് ഒരു വ്യക്തി വന്നിട്ട് എൻ്റെ അടുക്ക ഭയങ്കര ഡയലോഗാണ് പറഞ്ഞത്. ആ ഡയലോഗ് ഞാനൊന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരാം. എന്ന് വെച്ചാൽ അയാൾ പറഞ്ഞത് എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നോ ആ ഒരു രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ആ ഒരു രീതിയിൽ പുള്ളി പറഞ്ഞിട്ട് എന്നെ അങ്ങ് എന്താ പറയുക, നമ്മളീ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, അവർ പറയുന്ന കാര്യങ്ങളാണ് ശരി എന്ന് പറയുന്ന ആ ഒരു ലോജിക്ക് ഉണ്ടല്ലോ, അവരുടെ മാത്രം ശരിയും നമ്മളെല്ലാം തെറ്റും. ആ ഒരു രീതിയിലാണ് പുള്ളി ഒരു കമന്റ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇന്ന് അതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനൊരു നെഗറ്റീവ് റിവ്യൂ ഇട്ടിരുന്നു. പിന്നെ ഞാൻ അതെടുത്ത് കളഞ്ഞു, കാര്യം എൻ്റെ ഒരു പ്രൊഫൈലോടെ കിടക്കണ്ടല്ലോ വെച്ചിട്ട്. അപ്പൊ ഇവിടെ പുള്ളി പറഞ്ഞ എന്താണെന്ന് കൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരാം. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ, അതിന് ലൈവ് സെക്ഷൻ ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ടാ. ഞാൻ പറഞ്ഞു മണി ചെയിൻ ആണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ ആ ഫേസ്ബുക്കിന്റെ പേജിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, അയാളുടെ റിവ്യൂവിന്റെ താഴെ പോയി പറഞ്ഞു, മണി ചെയിൻ ആണ്, പോയി തല വെച്ച് കാശാരും കളയരുത്, ഇയാളൊക്കെ അതിൻ്റെ ആളാണ്, എൻ്റെ ചാനലിൽ വീഡിയോസ് ഉണ്ട്, സംശയമുള്ളവർ മൊഹസാൻ എന്ന് യൂട്യൂബിൽ അടിച്ചോളൂ, അപ്പോൾ കാണാം ഈ ആത്മീയ പാതയിലെ കള്ളുകുടി മത്സരം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റിവ്യൂ കൊടുത്ത ആളുടെ പ്രൊഫൈലിൻ്റെ ആ കമൻറ്റിൽ ഞാനൊരു കമൻറ്റ് കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞ ഡയലോഗാണ് ഏറ്റവും സൂപ്പർ.
പുള്ളി പറയുകയാണ്, എൻ്റെ പൊന്നണ്ണ, നിങ്ങൾ നിങ്ങളെ വഴിയേ പോകൂ. ഓരോ മനുഷ്യരും അവരുടെ ബോധ്യത്തിൽ ജീവിച്ചോട്ടെ. നിങ്ങളുടെ അറിവ് വേണമെന്ന് പറഞ്ഞോ ആരെങ്കിലും? തെറ്റാണെങ്കിൽ സ്വയം കുഴിയിൽ വീഴുമ്പോൾ ബോധ്യമാവും. അങ്ങനെയല്ലേ ഇത്രയും വർഷം ഇവിടെ ജീവിച്ചത്. ഇത്ര കരുതൽ, നമ്മളോട് സ്നേഹം, നമ്മളോടെങ്കിൽ നമ്മുടെ സമാധാനത്തിന് പറയുക, ശല്യം ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിത വഴിയിൽ പോകൂ. ഓരോ മനുഷ്യനും അവരവരുടെ വിശ്വാസത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഇവിടെ അവകാശമുണ്ട്. സത്യത്തിൽ നിങ്ങൾ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലാണ് കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് നിങ്ങൾ സ്പാം ആണ്. നമുക്ക് നിങ്ങൾ സ്പാം ആണ്. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ. സോ ലീവ് മൈ ഫാമിലി. അമൃതാനന്ദമയി ഫാമിലിയിൽ പോയി അവരുടെ ഹിസ്റ്ററി എടുക്ക്, വീഡിയോ ചെയ്യൂ. പിറ്റേ ദിവസം നിങ്ങൾ കാണില്ല. ഇത് ഈ കൾട്ടുകളുടെ ഒരു ലക്ഷണമാണ്. എന്ന് വെച്ചാൽ അവരെക്കാളും വലിയ ആളുകളെ തൊട്ടാൽ നമ്മൾ കാണത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഭീഷണിപ്പെടുത്തുക. അതുപോലെ ഇവരെ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇവർ പാവങ്ങളാണ്, ഇവർ ചെറിയ ടീമാണ് എന്നുള്ളതാണ്. അവർ വലിയ ടീമാണ്, ഇവർ ചെറിയ ടീമാണ് അല്ലെ. കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കള്ളൻ ചെറിയ കള്ളനൊന്നും ഇല്ല, കള്ളനെന്ന് തന്നെ ഉള്ളൂ. കട്ടതിന്റെ എമൗണ്ട് ചിലപ്പോൾ വ്യത്യാസം വന്നു കാണും, പക്ഷെ കക്കുന്നവരൊക്കെ കള്ളന്മാരെന്ന് അറിയപ്പെടുക. അപ്പൊ ഇവിടെ പുള്ളി പറയാണ്, അവിടെ പോയി കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും. അത് ഇത് നാഥനില്ല കളരിയാണ് എന്ന് കരുതിയാണ് താങ്കൾ ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നതെങ്കിൽ താങ്കളുടെ ജീവിതത്തിലെ സമയം താങ്കൾ ചുമ്മാ കളയുന്നെന്ന് മാത്രം ഞാൻ പറയുന്നു. ഞാൻ ഇത്രയും മറുപടികൾ തന്നത് നിങ്ങളും ഈ ഭൂമിയിൽ വന്നു ചേർന്ന മനുഷ്യനായതുകൊണ്ടും തിരിച്ചറിവ്, ബോധ്യം ഇവ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞ് ഒന്നുകൂടി മനസ്സിലാക്കി തരാം. താങ്കൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്, ആരെ പുറത്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ബട്ട് അങ്ങനെ ഒരാളില്ല എന്ന സത്യം പറയുന്നു. ആ വ്യക്തി നിമിത്തം നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയാണ് ബന്ധനം ചെയ്തിരിക്കുന്നത്. അതിനെ തടസ്സം ചെയ്യുമ്പോൾ ചിന്തിക്കുക, നിങ്ങളുടെ പാപം. ഞാൻ പാപിയാണ്, ഒരു കുഴപ്പമില്ല. അല്ലാതെ പല്ലി വാല് മുറിച്ചിട്ടത് നോക്കി അവിടെ ഇരുന്നാൽ അതിന്റെ തുടിപ്പ് തീരുമ്പോൾ എഴുന്നേറ്റ് പോകാം. അത്രേ ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളിൽ കാണുന്നുള്ളൂ. എനിക്ക് നിങ്ങൾ പറയുന്ന ആരെയും അറിയില്ല. ഞാൻ എൻ്റെ സൃഷ്ടാവുമായാണ് ബന്ധം. ഇവിടെ എൻ്റെ കുടുംബവും അങ്ങനെയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഗ്രഹിക്കാൻ സാധിച്ചാൽ ഇതൊരു വഴിത്തിരിവായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും എനിക്ക് പറയാൻ തോന്നിയത് നിങ്ങൾ ശുദ്ധനായതുകൊണ്ടും നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ ദുർശക്തിയെ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുർശക്തിയെ സ്വയം കളയാൻ ബോധ്യമുണ്ടാവാനും കൂടി സൃഷ്ടാവ് എന്നിൽ പറയിപ്പിച്ചതാണ്. എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ ചാനലും വേണ്ട, ഒന്നിനോടും പ്രത്യേകിച്ച് താല്പര്യവും ഇല്ല. നോട്ട്. ഇനി മറുപടികൾക്കായി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, മറുപടി പ്രതീക്ഷിക്കുകയും വേണ്ട, മനുഷ്യൻ. അയാൾ പറഞ്ഞ ഒരു ഒരു ഇതാണ്, കമന്റാണ്. അതിന് ഞാൻ നല്ലൊരു മറുപടി അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറയും ഇത്രയാണ്, ശിവപ്രസാദ് നിങ്ങൾ പോലും സൂമിൽ ഇപ്പോൾ ഉണ്ണിയായി മാറി. അതുപോലെ സത്തും ഇതുപോലെ തന്നെ പേര് മാറിയതാണല്ലോ എന്ന് കരുതി ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്നത് തട്ടിപ്പ് നടത്താനുള്ള ലൈസൻസ് അല്ല. മൊഹ്സാൻ മിറാക്കിൾസ് എന്ന പേരിൽ കുറെ പാവപ്പെട്ടവരുടെ പണം തട്ടിയ ശേഷം ഇപ്പോൾ ഗുഡ്നസ് ഫ്രം ഇൻഡസ് എന്ന പുതിയ ലേബലിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ആദ്യം ആ റീഫണ്ട് ചോദിക്കുന്ന ആളുകൾക്ക് ക്യാഷ് കൊടുക്ക്, എന്നിട്ട് ന്യായീകരിക്കുക. ഇനി നിങ്ങളുടെ ഈ ഉഡായിപ്പിലെ ചില പൊള്ളത്തരങ്ങൾ ഞാൻ പൊളിച്ചു കാണിക്കാം. ഒന്നാമതായിട്ട് പേര് മാറ്റം. എന്തിനു വേണ്ടി? നിങ്ങളുടെ വഴി സത്യത്തിൻ്റെതാണെങ്കിൽ എന്തിനാണ് പഴയ പേരും ഐഡന്റിറ്റിയും ഒളിപ്പിച്ചു വെക്കുന്നത്? സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് മുഖം മറയ്ക്കേണ്ട കാര്യമില്ല. ഫോട്ടോകൾ വെച്ച് ആരാധിക്കാൻ പറഞ്ഞവർ മൊഹ്സാന്റെ ഫോട്ടോകൾ കത്തിച്ചു കളയാൻ പറഞ്ഞു. 2, ആത്മീയതയാണോ അതോ സാമ്പത്തിക തട്ടിപ്പോ? ബാങ്ക് ലോൺ തീർക്കാനും രോഗം മാറാനും പ്രാർത്ഥിക്കാൻ പറയുന്ന പ്രാർത്ഥന മതിയെന്ന് പറഞ്ഞ് പണം വാങ്ങുന്നത് ആത്മീയതയല്ല, ശുദ്ധമായ ക്രിമിനൽ തട്ടിപ്പാണ്. മൂന്നാമതായിട്ട് ഭീഷണി വേണ്ട. പാപം, ദുർശക്തി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കണ്ട. ഇത്തരം ബാലിശ്യമായ ഭീഷണികൾ തട്ടിപ്പുകാർ പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ്. അമൃതാനന്ദമയി ഈ ഫാമിലിയെ കുറിച്ചുള്ള നിങ്ങളുടെ പരാമർശം തന്നെ നിങ്ങൾ എത്രത്തോളം അക്രമാസക്തമായേക്കാം എന്നതിന്റെ സൂചനയാണ്. അവർ ചെയ്യുന്നത് മറ്റൊരു വശമായിരിക്കാം, അതിന്റെ വ്യത്യാസം തിരിച്ചറിയുക. അമൃതാനന്ദമയി മഠം ഒരു നിയമപരമായ ചാരിറ്റബിൾ ട്രസ്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് വലിയ ആശുപത്രികളും കോളേജുകളും ഉണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഗുഡ്നസ് ഫ്രം ഇൻഡസ്, മൊഹ്സാൻ മിറാക്കിൾസ് അങ്ങനെയല്ല. ഇത് സാമ്പത്തിക തട്ടിപ്പും അല്ലെങ്കിൽ വിശ്വാസം വിറ്റ് പണം വാങ്ങുന്ന ഒരുതരം മണി ചെയിൻ ആത്മീയതയോ മാത്രമാണ്. സൃഷ്ടാവുമായുള്ള ബന്ധം, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതേ ബന്ധമാണ് കേട്ടോ. സൃഷ്ടാവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് അയാളോട് പറഞ്ഞ അതേ കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇവർ തരുന്ന സൃഷ്ടാവുമായുള്ള ബന്ധമല്ല. അപ്പൊ അയാളോട് ഞാൻ പറഞ്ഞു, പ്രപഞ്ച സൃഷ്ടാവിനെ വിളിക്കാൻ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ ആവശ്യമില്ല.
നിങ്ങൾ ഇവിടെ നടത്തുന്നത് മാനിപ്പാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് നിർത്താൻ പോകുന്നില്ല, അവരിത്തരം കാര്യങ്ങൾ നിർത്താൻ പോകുന്നില്ല. പിന്നെ ആർക്കാണ് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക? ഗവൺമെന്റിന് ഇവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അത്തരത്തിലുള്ള വിക്ടിംസിന്റെ പരാതികൾ കൊടുക്കാൻ പോലും ഈ ബിലീഫ് സിസ്റ്റം അവരെ പേടിപ്പിക്കുകയാണ്, ഭയമാണ് ആളുകൾക്ക്. അപ്പൊ പിന്നെ നമുക്കാണ് ചെയ്യാൻ പറ്റുന്നത്, സൊസൈറ്റിക്ക് വേണ്ടി ജനങ്ങളെന്ന നിലയിൽ നമുക്കാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ആ പോയ 1000 പേര് പൊക്കോട്ടെ, 1000 പേര് അവരുടെ സ്വർഗത്തിൽ ജീവിച്ചോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. 1000 പേരെ കൊണ്ട് ചിലപ്പോൾ കഷ്ടപ്പെടുന്ന 5000 പേര് അവരുടെ കുടുംബങ്ങളിൽ വേറെ ഉണ്ടാവും, അത് വേറൊരു വശമാണ്. ഒരു കുടുംബത്തിൽ ഒരു 4 പേരുണ്ടെങ്കിൽ അവർ 5 പേര് അല്ലെ, 5 × 1000 എന്ന് പറയുന്നത് 5000 പേര് അവർ പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ആളുകളിലേക്ക് ഈ അവയർനെസ് എത്തുന്നില്ല ഉണ്ടെങ്കിൽ ഈ 5000 എന്നുള്ളത് 50,000 ആകും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ തുറന്നു വയ്ക്കുക, നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണ് തുറക്കാനുള്ള കാരണങ്ങളാവുക. നമുക്കതൊക്കെ പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ, അതൊക്കെ ആ ഒരു രീതിയിൽ ഈ ക്ലാസ്സുകൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ഒരു യൂട്യൂബ് ലൈവ് നടത്തിയത് കൊണ്ടോ 10 പേര് വന്നിരുന്നത് കണ്ടതുകൊണ്ടോ കാര്യമില്ല. ആ 10 പേര് വിചാരിച്ചാലും 100 പേരെ ബോധവൽക്കരിക്കാൻ പറ്റും, അതാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം. അപ്പം നിങ്ങളതനുസരിച്ചിട്ട് നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു തട്ടിപ്പിൽ, ഇത്തരം തട്ടിപ്പുകൾ ഇനി ഇഷ്ടം പോലെ വരും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് നമ്മുടെ അറിവ്. അവിടെ നിന്ന് പറഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസമെങ്കിലും ഇല്ലാത്ത ആളുകളാന്ന് പറയാം. ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇത്തരം അബദ്ധങ്ങളിലേക്ക് പോയി ചാടുകയാണ് ആളുകൾ. അവരുടെ എല്ലാ വിശ്വാസങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ മനസ്സ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇത്രയും കാലം അവർ ഇങ്ങനെ ഒരു 10 മിനിറ്റ് അവർക്ക് ഇരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പം പല ആളുകളും പറയുന്നത് കേട്ടപ്പോഴത്തേക്കും അവർ ഇരിക്കാൻ തുടങ്ങി, അവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങി. ആ ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ അവരത് പവറാണെന്ന് വിചാരിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 1 വർഷമോ 2 വർഷമോ ഇരുന്നാലും നിങ്ങൾക്ക് ഒരു ഫീലിംഗ് കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ എങ്ങനെയാണെങ്കിൽ അനലിറ്റിക് മൈൻഡുള്ള ഒരാളാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അവിടെ നടക്കുന്നത് ഇന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. അറ്റ്ലീസ്റ്റ് 10 പേരെങ്കിൽ 10 പേര് അതിൽ പോയി പെടത്തില്ലല്ലോ. എനിക്കതേ ഉള്ളൊരു സമാധാനം, എൻ്റെ ഒരു സന്തോഷം അതാണ്. നമ്മളീ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഞാനിപ്പോഴും പറയുന്നത് എന്താ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഫാക്റ്റിലോ അല്ലെങ്കിൽ ഇനി ബിലീഫ് സിസ്റ്റത്തിൽ തന്നെയോ ഞാൻ വിശ്വാസിയാണ്, അന്ധവിശ്വാസി അല്ല എന്നാണ് ഞാൻ പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തെ ഡ്രൈവ് ചെയ്യുവാൻ നമുക്ക് പല ഘട്ടങ്ങളിലും ആവശ്യമാണ്. ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഡ്രൈവ് ചെയ്യാൻ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അത് ഒരു കുഴപ്പമില്ല, അങ്ങനെ നമ്മൾ പോസിറ്റീവായ ഒരു ചിന്താഗതി വെക്കുന്നത് കൊണ്ടൊരു കുഴപ്പമില്ല. പക്ഷെ ഇത്തരം മിറാക്കിളുകൾ എന്ന പേരിൽ ഇത്തരം തട്ടിപ്പുകളിലേക്ക് പോയി പെട്ടിട്ട് അവസാനം ജീവിതം കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്കും ഇത് കിട്ടാത്ത, ആകെ 10 പേരുടെ റിവ്യൂ കേൾക്കുന്നു, ബാക്കി 990 പേർക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. അതിൻ്റെ അകത്ത് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്താൽ അവൻ ആ പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിൽ വന്നിട്ടില്ലെങ്കിൽ ഈ പറയുന്ന 999 പേരും അറിയത്തില്ല. മറ്റവര് ഒരു പുതിയ ആളെ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ച് കയറ്റിയിട്ടുണ്ടാവും, അല്ലെ 2 പേരെ പുതിയ ആളുകളെ കയറ്റിയിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മളുടെ സമൂഹം നേരിടാൻ പോകുന്ന വലിയൊരു ചലഞ്ചിങ് തന്നെയാണ്. അതിനെതിരെയാണ് നമ്മളുടെ ഈ ഒരു പോരാട്ടം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നാളെ നമ്മൾ അടുത്ത ഒരു സെക്ഷനാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയമില്ലാത്ത ജീവിതം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഇത്തരം സ്വയം ശക്തരാകാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ നാളെ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലുണ്ട്, ആ ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം നിങ്ങൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ ആ ചാനലിൻ്റെ ലിങ്ക് ഉണ്ടാവും, അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് ആ ലിങ്ക് അയച്ചു തരാം. അത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ അത് ജോയിൻ ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകളിലേക്ക് അവരെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ അവർ ഇഷ്ടമുള്ള സമയത്ത് ഞാനീ ഇത്രയും പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ 10 മിനിറ്റ് കണ്ണടച്ചിരുന്നാൽ കിട്ടുന്ന സാധനമാണ്. എൻ്റെ ക്ലാസ് ഒന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കേണ്ട, 2 മണിക്കൂർ ഞാൻ ഇവിടുന്ന് കഥ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. പകരം അവർ ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരു 10 മിനിറ്റ് അവരുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടി അവർ തന്നെ ഇരിക്കാൻ പറയും, അവർക്ക് ആ മാറ്റം വരുമെന്ന് പറയും. ഈ മീറ്റിങ്ങുകളൊക്കെ പോയൊരു സമയമുണ്ടല്ലോ, ഇപ്പം നമ്മളുടെ ഈ യൂട്യൂബിൽ നിന്ന് ഇവരുടെ ലൈവും കാര്യങ്ങളും എല്ലാം പോയ സമയത്ത് ഈ മനുഷ്യർക്ക് എല്ലാവർക്കും ഇതേപോലെ കണ്ണടച്ചിരുന്നപ്പോൾ ആ സാധനം കിട്ടി. അപ്പോഴവർ കരുതുന്നത് എന്താ, അവിടെ നിന്ന് എന്തോ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നു എന്നാണ്. നിങ്ങൾ ആ മനുഷ്യരുടെ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി, സങ്കടം വരും നമുക്ക്.
നമുക്ക് സങ്കടം വരും. എന്ന് വെച്ചാൽ സ്വന്തം ശരീരത്തിൽ ഏതെങ്കിലും ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു വൈറസ് കയറിയാൽ അതിനെതിരെ പോരാടാൻ പറ്റാത്തവൻ, അതിനെതിരെ അവന്റെ ശരീരത്തിന് പോരാടാൻ പറ്റാത്തവൻ. അതുമല്ല, ഇനി രണ്ടാമത്തെ കാര്യം, ഓക്കെ സത്യത സാർ, അത് രണ്ടാമത്തെ കാര്യം, ഇനി എന്തെങ്കിലും ഒരു സന്തോഷം വേണമെങ്കിൽ ആ സന്തോഷം കൃത്രിമമായിട്ട് മനുഷ്യൻ നിർമ്മിച്ച മദ്യം ഉപയോഗിച്ച്, ഞാൻ ഇത്രയും അറിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അത് കാരണം കൊണ്ട് ഞാൻ കണ്ടില്ലേ, എൻ്റെ പൈസ കൊടുത്ത് ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്നതാണ്, ഞാൻ എൻ്റെ പൈസ കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്നതാണ്, ഞാൻ ചിലപ്പോൾ അടിക്കും എന്ന് ഓപ്പൺ ആയിട്ട് ഒരു ലൈവിൽ വന്ന് പറയുന്ന ആൾക്ക് എന്ത് ദൈവികത, എന്ത് പവറാ ഉള്ളേ? നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്ക്. അയാൾക്ക് നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും? വാട്ട് ഹീ ക്യാൻ ഗീവ്. അയാളുടെ സ്വന്തം കാര്യം അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? അയാളുടെ തലച്ചോറിൽ ഉണ്ടാകാവുന്ന വികാരത്തിന്റെ വേലിയേറ്റം അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് കൺട്രോൾ ചെയ്യാൻ എക്സ്റ്റേണൽ റിസോഴ്സ് ആയ മദ്യത്തെ ആശ്രയിക്കുന്നു. ആൽക്കഹോൾ കൺസപ്ഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ആ ഒരു വ്യക്തിയാണ് ഇത്രയും ആളുകൾക്ക് ഈ മീറ്റിങ്ങുകൾ പോയപ്പോൾ പവർ കൊടുത്തത്. മീറ്റിങ്ങുകൾ ലൈവിലില്ലാത്തപ്പോഴും മനസ്സിൽ ആ പുള്ളി വിചാരിച്ചിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നവർക്കൊക്കെ എവിടുന്നോ പവർ കിട്ടിയെന്ന്. അവരുടെ മാനസികാവസ്ഥയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരെ നമ്മൾ കുറ്റം പറയുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവിടെ പെട്ടുപോയ അവസ്ഥ, അത് നിങ്ങൾക്ക് ഒരു പക്ഷെ ഇപ്പം നിങ്ങൾ വളരെ നല്ലൊരു ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. ഓപ്പണായിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളെ അടിമപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുടെ ക്ലാസ്സിലാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ക്ലാസ്സിലാണ്. പക്ഷെ മറ്റേത് അങ്ങനല്ല, നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വരണം എന്ന് പറയുന്ന ഒരാളുടെ ക്ലാസ്സിലാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരാളുടെ ക്ലാസ്സിലാണ്, നിങ്ങൾ ഇവിടുന്ന് പോയാൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറയുന്ന ഒരാളുടെ ക്ലാസ്സിലാണ്. അത് ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവന് ഇന്റേണലി ഉണ്ടാകാവുന്ന കോൺഫിഡൻസ് നശിച്ചു പോയാൽ അവൻ ചത്തതിന് തുല്യമാണ്. അവന് സ്വന്തമായിട്ട് നേടാൻ പറ്റുന്ന ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അവന്റെ കയ്യിൽ നിന്ന് പോയാൽ അവൻ ശവം ജീവിച്ചിരിക്കുന്നത് പോലെയാണ്. ഇവർക്ക് വേണ്ടത് അതാണ്, ആ സ്റ്റേറ്റ് ആണ്, സോംബി സ്റ്റേറ്റ് എന്നാണ് ഈ പറയുക. ആ സ്റ്റേറ്റിലുള്ള മനുഷ്യരെയാണ് ഈ ആളുകൾക്കൊക്കെ വേണ്ടത്. അവർ പറയുന്ന മാത്രം കണ്ണടച്ച് ഞാൻ പറയുന്ന മാത്രമാണ് ട്രൂ, നിനക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. നിന്റെ കാര്യം പോക്കാന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഈ പാവ മനുഷ്യൻ എന്ത് സംഭവിക്കും? ഇത് കേട്ടോണ്ടിരിക്കുന്നതിന് കുറച്ച് ദിവസം ഇത് കേട്ട ആ വ്യക്തിക്ക് എന്ത് പറ്റും? ആ വിചാരിക്കും ശരിയാ, ഇത്രയും പേര് പറയുമ്പോൾ അത് ശരിയായിരിക്കും. അവന്റെ ആ ഒരു ചിന്ത ആ രീതിയിലാണ് പിന്നെ വർക്ക് ചെയ്യുക. അപ്പൊ അത്തരം ഇൻസ്ട്രക്ഷൻസുകളൊക്കെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, നമുക്കത് എങ്ങനെ അത് ഉൾക്കൊള്ളുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ മനുഷ്യനും അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്ന്. എസ്പെഷ്യലി ഞാൻ നേരത്തെ നമ്മുടെ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിലും ഇന്നലത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയപ്പെടുത്തുക, പേടിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോകുമെന്ന് പറഞ്ഞിട്ട് അവരെ ഭയപ്പെടുത്തുക. ആ സമയത്ത് ഈ മനുഷ്യര് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഒരു പാമ്പ് കൊത്താൻ വന്നാൽ, അല്ലെ പാമ്പ് കടിക്കാൻ വന്നാൽ നമ്മളതിനെ തല്ലി കൊല്ലുന്നത് എന്തിനാണ്? നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അല്ല പാമ്പിനോട് നമുക്ക് വ്യക്തിവൈരാഗ്യം എന്നുള്ളതുകൊണ്ടൊന്നുമല്ലല്ലോ. ആ പാമ്പ് കടിച്ചാൽ നമ്മൾ ചാകും, അല്ലെ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അത് കടിക്കും, അത് അങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് നമ്മളതിനെ തല്ലി കൊല്ലാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്നപോലെ ഇവിടെ ഈ മനുഷ്യർക്ക് എന്തെങ്കിലും പറ്റും എന്നുള്ള ഇതില്ലാതായെന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു പേടി വരുമ്പോഴത്തേക്കാണ് അവർ പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. അതില്ലാതായപ്പോഴും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പം പവർ കിട്ടിയെന്നാണ് അവരൊക്കെ അവകാശപ്പെടുന്നത്. അത് എന്തിൽ നിന്നാണ് ഈ പവർ കിട്ടിയതെന്ന് ഇതൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അവർക്കാർക്കും മറുപടിയില്ല, അതിന് മറുപടിയില്ല അവർക്ക്. ആരോട് ചോദിച്ചാലും നിങ്ങളിത് കണ്ണടച്ച് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും എന്ന് പറഞ്ഞാൽ അവർക്കത് ഇപ്പം അവര് ഒരു ആശ്രയം എന്ന നിലയിൽ മറ്റൊരു കാര്യത്തിലേക്ക് വിശ്വസിച്ച് അർപ്പിച്ച് എന്ന് പറയുന്നത്, സമർപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും പറയുന്നത് അതിൻ്റെ അകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് കിട്ടുന്നതെന്ന്. അവരിതിനു മുമ്പോ ഇതിന് ശേഷമോ എന്തായാലും ഒരു കാര്യവും കാലം തെളിയിക്കാതെ ഇന്ന് വരെ വിട്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളും കാലം തെളിയിക്കും. ഈ പറയുന്ന എനിക്കും ഒരു ആയുസിന്റെ ഒരു അവസാനം ഉണ്ടാവും. ഇതിനിപ്പോൾ എത്ര വലിയ ഡെവലപ്മെന്റ് ഇതിൻ്റെ അകത്ത് നടത്തിയെന്ന് പറയുന്നാലും ഈ പറയുന്ന വ്യക്തികൾക്കും ഒക്കെ മരണം ഉണ്ടാവും. എല്ലാ മനുഷ്യർക്കും മരണം ഉണ്ടാവും. അപ്പൊ ചില കാര്യങ്ങൾ മരണം കൊണ്ട് മാത്രമേ ബോധ്യപ്പെടത്തുള്ളൂ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു കാര്യം വന്നിട്ടായിരിക്കും ഇവരൊക്കെ ബോധ്യപ്പെടാതിരിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ വരെയും ഇവിടെ എന്താണ്, ഈ കുറച്ചു നാൾ കാണാതിരുന്നപ്പോഴത്തേക്കും ഞങ്ങളെ എല്ലാവരും അങ്ങ് ഇല്ലാതായി പോയി എന്ന് പറയുന്ന മനുഷ്യരാണ് അവരുടെ കൂട്ടത്തിലുള്ളത്. അവരോടൊക്കെ എന്താ നമുക്ക് പറയാൻ പറ്റുക? അപ്പൊ അവരുടെ ആ ഒരു വിശ്വാസമാണ് ഇത് തട്ടിപ്പല്ലെന്നുള്ള ഉറച്ച വിശ്വാസം. അവർക്കാണ് ആ വിശ്വാസമുള്ളത്. അവരിതിനു മുമ്പ് ജീവിച്ചിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് ഉത്തരവില്ല. അവർ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അവർ ജീവിക്കത്തില്ലെന്ന് ചോദിച്ചാലും അവർക്ക് ഉത്തരവില്ല. MLM മാർക്കറ്റ് നെറ്റ്വർക്കുകളുടെയൊക്കെ ഒരു തട്ടിപ്പ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു വ്യക്തിയെ തന്നെ പല പല സ്റ്റേജുകളിൽ കൊണ്ടുവരും. ഇന്നിപ്പോ അന്ന് പഴയ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും ആക്റ്റീവ് അല്ലല്ലോ. അപ്പൊ അവൻ ഇവിടെ വന്നിട്ട് പറയും അവന് BMW ഞാൻ ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ നിന്ന് മേടിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവൻ അന്ന് അവിടെ വരുന്ന BMW-യിലായിരിക്കും, വാടകയായിരിക്കും. അപ്പൊ അതിന്റെ ഓണർഷിപ്പ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മൾ വിശ്വസിക്കുക അവൻ ഈ BMW ഇതിന്റെ സ്വന്തമാണെന്ന്. അടുത്ത സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് അവൻ ഇൻഡിക്കയിലായിരിക്കും വരുന്നത്. എന്നിട്ട് പറയും ഞാൻ ഇപ്പൊ ഈ ഇൻഡിക്കയിലാണ് വന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കുന്ന കാറ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ സ്ക്രീനിൻ്റെ അകത്ത് ഇങ്ങനെ കാണിക്കും. സ്ക്രീനിൻ്റെ അകത്ത് ഏതാ മറ്റേ സ്ലൈഡ് ഷോ ഇട്ട് കാണിക്കും, പവർ പോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ. അപ്പൊ അവന്റെ മുറ്റത്ത് BMW ഓടി ഇങ്ങനെ കിടപ്പുണ്ടാകും കാറുകൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ മേടിച്ചെങ്കിലും ഞാനിപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ നടക്കുന്നത്, ഞാൻ ഇപ്പൊ ഇൻഡിക്കയിലാണ് വന്നേക്കുന്നത്. കാര്യം അന്ന് അവന് ആ വണ്ടി എടുത്തു വരാനുള്ള വാടക കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാ എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെയൊക്കെ അവസ്ഥ. ദൈവത്തിന് എന്തിനാണ് പൈസ? ഇപ്പൊ നിങ്ങളുടെ കൈക്ക് ഒരു പവർ ഉണ്ട് അല്ലെ, നിങ്ങൾക്കൊരു വെയിറ്റ് എടുക്കാൻ ഒരു പവർ, നിങ്ങൾക്കൊരു 50 കിലോ ഇങ്ങനെ തൂക്കിയെടുക്കാം. ആ 50 കിലോയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? ഒരു വ്യക്തി എത്ര പേർക്ക് ഇത് പവർ കൊടുക്കും? അവിടെ പെട്ടുപോയ ഈ ഒരു സൈക്കോളജിക്കൽ ട്രാപ്പിൽ പെട്ടുപോയ കുറെ പാവം ഇരകളുണ്ട്. അവരിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബോധോദയം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഇവിടെ ഇരുന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതൊക്കെ പൊളി വീഡിയോസ് ആയിരിക്കും, കിടുക്കാച്ചി. അതുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അവർ കാണട്ടെ, കണ്ടിട്ട് അവർക്ക് ബോധം വരട്ടെ. എന്നിട്ട് നമ്മുടെ ക്ലാസ്സുകളൊന്നും കാണാൻ വരുന്നില്ലെങ്കിൽ നിങ്ങളൊരു വോയിസ് ഇട്ട് കൊടുക്കണം. 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നാൽ നിനക്ക് ഇത് കിട്ടുമെന്നാണ് പറയുന്നത്, നീ ഒന്ന് ഇരുന്ന് നോക്കുന്നു പറ. അത് നീ അയാളെ വിചാരിക്കണ്ട, നീ നിന്റെ സ്വന്തം ശരീരത്തെ വിശ്വസിച്ചും മനസ്സിനെ വിശ്വസിച്ചും കണ്ണടച്ചിരുന്നാലും ഇത് കിട്ടുമെന്നാണ് പറയുന്നത്. അയാൾ പൊട്ടത്തരമാണോ പറയുന്നതെന്ന് അറിയത്തില്ല, നീ ഒന്ന് പരീക്ഷിച്ചു നോക്കുക, അങ്ങനെ പറ. അങ്ങനെ പറയുമ്പോഴത്തേക്കും ചിലപ്പം ഈ അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവത്തില്ല. അവർ ഭയങ്കര അന്വേഷണത്വരയായിരിക്കും അവർക്ക്. അപ്പൊ അത്തരം ആളുകളോട് നമ്മൾ വലിയ കഥ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ എന്തായാലും വീണ്ടും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ഭയം എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നമുക്ക് നാളെ പഠിക്കാം, അല്ലെങ്കിൽ നാളെ നമുക്ക് ജസ്റ്റ് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ സ്റ്റേയിങ് വിത്ത് മീ, താങ്ക് യു ഫോർ വാച്ചിങ് മീ. സ്റ്റേ ട്യൂൺഡ്, കീപ് ഇൻ ടച്ച്. ഹാവ് എ very good day ahead. Thank you.